ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗണപതി ഹോമവും ഗണപതി ഹോമം കൊണ്ടുണ്ടാകുന്ന ഫലസിദ്ധികളെയും കുറിച്ചാണ്. സകല വിഘ്ന നിവാരണത്തിനും മോക്ഷദായകത്തിനും ഏറെ ഉത്തമമാണ് ഗണപതി ഹോമം. പ്രത്യേക ഫലസിദ്ധിക്കായി പ്രത്യേക മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്താറുണ്ട്. ജാതകവശാലുള്ള ഗ്രഹപ്പിഴകൾക്ക് ഗണപതി ഭജനം വളരെ ഉത്തമമാണ്. കേതു ജാതകത്തിൽ അശുഭഭാവത്തിൽ നിന്നാൽ ഗണപതി ഭജനമാണ് ചൊല്ലേണ്ടത്. കേതുവിൻ്റെ ദശാകാലം പൊതുവെ അശുഭകരമായിരിക്കും. പ്രത്യേകിച്ച് 8, 12 അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഗണപതി ഭജനം അനിവാര്യമാണ്. ജാതകത്തിൽ കേതു നിൽക്കുന്ന ഭാവം അനുസരിച്ച് വിവിധ മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഉപയോഗിച്ചാണ് ഗണപതി ഹോമം നടത്തേണ്ടത്. ഓജരാശിയിലെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനും ഗണപതി ഭജനം ഉത്തമമാണ്. ഇതിനെ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ടാണ് ഗണപതി ഹോമം നടത്തേണ്ടത്. നിവേദ്യ വസ്തുക്കളിൽ ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ടത് കർപ്പൂര തുളസി, വെള്ളത്താമര, തെറ്റി, ചെമ്പകം, നന്ദ്യാർവട്ടം, ചെങ്ങഴിനീർ, കൊന്ന, കൂവളം, കരിങ്കൂവളം, അശോകം, പിച്ചകം, കുരുക്കുത്തിമുല്ല, മന്ദാരം, കുങ്കുമം. ഗണപതി ക്ഷേത്രത്തിലെ പ്രിയ വഴിപാടാണ് നാളികേരം. ശുഭകാര്യങ്ങൾക്ക് പൂജിച്ച നാളികേരം 2 ഉടച്ച് ഫലം കാണാറുണ്ട്. നാളികേരം ഉടയുന്നതിന് മദ്യത്തിലും ചിന്നിപ്പ് കൂടാതെയുമാണെങ്കിൽ ഫലം ശുഭകരമാണ്. ചിന്നിച്ചാൽ ഉദരരോഗമാണ് ഫലം. തേങ്ങയുടെ കണ്ണുകളിൽ കൂടി ഉടഞ്ഞാൽ അതിദുഃഖവും, ശിരോഭാഗത്തോട് ഉടഞ്ഞാൽ നാഥന് ആപത്തുമാണ് ഫലം. ഉടയ്ക്കുന്നതിനിടെയോ ഉടച്ച മുറിയോ താഴെ വീണാൽ നിശ്ചയമായും അധഃപതനം ഉണ്ടാകും. താങ്ക് യു.